എമ്പുരാൻ എന്ന സിനിമ നേടിയ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രേക്ഷകരും എത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തുകയുണ്ടായി. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള കളക്ഷനിൽ മോളിവുഡിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി എമ്പുരാൻ മാറിയിരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. തന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭം മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി ഒരുങ്ങിയ എമ്പുരാൻ റിലീസിന് മുമ്പ് തന്നെ പല കളക്ഷൻ റെക്കോർഡുകളും തകർത്തിരുന്നു. ആദ്യ ദിന കളക്ഷൻ, ആദ്യ വീക്കെൻഡ് കളക്ഷൻ തുടങ്ങി പല കളക്ഷനും എമ്പുരാന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. അപ്പോഴാണ് മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന നേട്ടവും എമ്പുരാൻ സ്വന്തമാക്കിയത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെ മറികടന്നുകൊണ്ടാണ് ഒന്നാമത് എമ്പുരാൻ എത്തിയതും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരള ബോക്സ് ഓഫീസിലാണ്. കേരള ബോക്സ് ഓഫീസിൽ 2018 എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ടോപ്പിൽ നിൽക്കുന്നത്. അതിനെ കൂടി എമ്പുരാൻ മറികടന്നേക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളും പറയുന്നത്. ഇപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 72 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ സ്വന്തമാക്കിയിട്ടുള്ളതും. 10ാം ദിവസവും എമ്പുരാന് ഗംഭീര കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. 10ാം ദിവസം കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ 9ാം ദിവസത്തെക്കാളിലും കളക്ഷൻ 10ാം ദിവസം എമ്പുരാനുണ്ട്. 9ാം ദിവസം 2.63 കോടിയാണ് കേരളത്തിൽ നിന്നും മാത്രം എമ്പുരാൻ നേടിയത്. എന്നാൽ 10ാം ദിവസം എത്തുമ്പോൾ 3 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ നേടിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മോഹൻലാലിന്റെ ഒരു ഗംഭീര സിനിമ വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ മോഹൻലാൽ നേടുന്ന ഈ നേട്ടം പല ഇൻഡസ്ട്രിയിലും പല വമ്പൻ സൂപ്പർ താരങ്ങൾക്ക് പോലും ഇല്ല എന്നതാണ് കൗതുകരമാകുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ഇതിലൂടെ തന്നെ. 5 പതിറ്റാണ്ടിലും ഇൻഡസ്ട്രിയിൽ ഹിറ്റ് സ്വന്തമാക്കിയ ഒരേ ഒരു ഇന്ത്യൻ നടനായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ. ഓരോ ഡെക്കേഡിലും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. രജനീകാന്തിന് പോലും ഈ നേട്ടം ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മോഹൻലാലിന്റെ സ്റ്റാർഡം വ്യക്തമാക്കുന്നത്. 1998 ചിത്രം, 1991 കിലുക്കം, 2000 നരസിംഹം, 2013 ദൃശ്യം, 2016 പുലിമുരുകൻ, 2025 എമ്പുരാൻ എന്നിങ്ങനെയാണ് കഴിഞ്ഞ 5 പതിറ്റാണ്ടിൽ മോഹൻലാൽ ചിത്രങ്ങളുടെ ഹയസ്റ്റ് കളക്ഷൻ വരുന്നത്. ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ്. ഇതിൽ തന്നെ 2 വട്ടം സ്വന്തം സിനിമയെ മറികടന്ന് മോഹൻലാൽ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഇക്കാലയളവിൽ മമ്മൂട്ടിയുടേതായി വെറും 3 ചിത്രങ്ങളാണ് ഇൻഡസ്ട്രിയിൽ ഹിറ്റായി മാറിയത്. തമിഴ് രജനീകാന്തിന്റെ അവസാന ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചത് 2010 വൻ വിജയമായി മാറിയ ജയിലറിന് ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറാൻ സാധിച്ചിരുന്നില്ല. എമ്പുരാന് മുമ്പിറങ്ങിയ സിനിമകളിൽ പലതും വിജയമാക്കാൻ മോഹൻലാലിന് സാധിച്ചിരുന്നില്ല. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ തിയേറ്റർ പരാജയം നേരിട്ട് പലരും മോഹൻലാലിന്റെ സ്റ്റാർഡത്തെ വരെ വെല്ലുവിളിച്ചിരുന്നു. ചിത്തു ജോസഫുമായി ഒന്നിച്ച നേര് മാത്രമായിരുന്നു ആശ്വാസ വിജയം നേടിയത്. വൻ ബജറ്റിലെത്തിയ മലൈക്കോട്ടെ വാലിബൻ, ബറോസ് എന്നീ ചിത്രങ്ങൾ വൻ പരാജയമായി മാറിയിരുന്നു. അതുപോലെ തന്നെ 2000 മുതൽ 2025 വരെ എടുക്കുമ്പോൾ മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോസിംഗ് നേടിയിട്ടുള്ളത് എന്നും കാണാൻ കഴിയും. 2000 നരസിംഹം, 2025 രാജമാണിക്യം, 2006 ക്ലാസ്മേറ്റ്സ്, 2008 2020, 2013 ദൃശ്യം, 2015 പ്രേമം, 2016 പുലിമുരുകൻ, 2023 2018 എന്ന ചിത്രം, 2024 മഞ്ഞുമൽ ബോയ്സ്, 2025 എമ്പുരാൻ. ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ 5 മോഹൻലാൽ ചിത്രമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ളത്. 2020 എന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രവും കൂടി അതിനിടയിൽ ഉണ്ട്. അങ്ങനെ 5 ചിത്രങ്ങൾ. അപ്പോഴാണ് പ്രേക്ഷകർ ഒരു കാര്യം ഓർക്കുന്നത്, എമ്പുരാനാണ് ഇപ്പോൾ ഇറങ്ങി മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ കാണിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ എമ്പുരാൻ ലഭിച്ചിരിക്കുന്ന ആട്ടെ മിക്സഡ് റെസ്പോൺസ് ആണ്. ഏറ്റവും വലിയ വിമർശനവും നെഗറ്റീവ് റിവ്യൂകളും ഒക്കെ ഈ ചിത്രത്തിന് വന്നിട്ട് പോലും ഇത്രയും പൊട്ടൻഷ്യൽ ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ കാണിക്കാൻ പറ്റി. ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി. പക്ഷേ മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനെ ഇറക്കി വിട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർക്കാൻ കൂടി വയ്യ എന്നതാണ് അവർ പറയുന്നത്. പറഞ്ഞു വരുന്നത് ദൃശ്യം 3 കുറിച്ചാണ്. അതൊന്ന് ഇറക്കി വിട്ടാൽ എന്താണ് ഇൻഡസ്ട്രിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞെട്ടലോടെയാണ് പ്രേക്ഷകർ പലരും ഓർക്കുന്നത്. അതുകൂടാതെ ആരാധകർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മോഹൻലാലിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരു മാക്സിമം ഏത് രീതിയിലൊക്കെ ചിത്രം പോകാമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴാണ് മോഹൻലാലിന്റെ കിറ്റിൽ വരാൻ പോകുന്ന അമൽ നീരദ്, ജിത്തു മാധവൻ സിനിമകളെക്കുറിച്ചെല്ലാം പ്രേക്ഷകർ ചർച്ചയാക്കുന്നതും. ഈ ചിത്രത്തിനെങ്ങാനും പോസിറ്റീവ് കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതുകൂടി അവർ എടുത്തു പറയുന്നു. എമ്പുരാൻ എന്ന ചിത്രത്തിന് ഒരു മിക്സഡ് റെസ്പോൺസ് ആണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയ ഒരു ചിത്രം എന്നൊക്കെ പറയാം പല രീതിയിൽ തന്നെ. ഇനി വരാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കിട്ടിയാൽ എന്തായിരിക്കും ബോക്സ് ഓഫീസിന് സംഭവിക്കുക? ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നതും.